നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചാട്ട് നോക്കാം. വേറൊന്നുമല്ല, നൂഡിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് ഒരു IPL സ്നാക്സ് എന്നുള്ള കൂടെ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് TVയും അതുപോലെ മൂവീസൊക്കെ ഇരുന്ന് കാണുന്ന ടൈമിൽ ഒന്ന് കുറച്ചിരിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നല്ലൊരു സ്നാക്സാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് നൂഡിൽസാണ് വേണ്ടത്. ഞാനിവിടെ 2 പാക്ക് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള. നമുക്ക് ഏത് കമ്പനീൻ്റെ നൂഡിൽസ് എടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് പൊടിച്ചെടുക്കണം. അതിങ്ങനെ ഒന്ന് ചാവിരിക്കുമല്ലോ, ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് എല്ലാം ഒന്ന് പൊടിച്ചിട്ട് രണ്ടൊന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ചൂടാക്കിയെടുത്തുള്ള പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടിട്ട് ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്നങ്ങ് മെൽറ്റായിട്ട് വരട്ടെ. അതൊന്ന് മെൽറ്റായിട്ട് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള ആ നൂഡിൽസ് ഉണ്ടല്ലോ, അത് നമുക്കതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് എയർ ഫ്രയർ ചെയ്തെടുത്താലും മതിയേ. നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റിയിട്ട് വെക്കണം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടിട്ട് ചില്ലി സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്താൽ മതി. അതുപോലെ 1 ടീസ്പൂൺ കണ്ടിട്ട് സോയാ സോസും പിന്നെ നമ്മുടെ ആ ഒരു നൂഡിൽസിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു പൗഡറുകളുണ്ടല്ലോ, അതെല്ലാം കൂടെ അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയുടെ പകുതിയാണ് ഒന്ന് കുഞ്ഞു കുഞ്ഞാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി കുറഞ്ഞ അളവിൽ ഏകദേശം 2 ടേബിൾ സ്പൂണൊക്കെ കണ്ട് മല്ലിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് TV കാണുന്ന ടൈമിൽ, ഫിലിം കാണുന്ന ടൈമിലും പിന്നെ ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.